തങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെപ്പോലെ നാം കാണുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ രാത്രിയും പകലും സമസ്തക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. 100-ാം വാർഷികം വിജയമാക്കി തീർക്കണമെന്ന് അതിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയാണ്, അധ്വാനിക്കുകയാണ്. മാഷാ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ മുറുകെ പിടിച്ചവർ ജീവിക്കാൻ വേണ്ടി ദഅവത്ത് നടത്താൻ, ദായികളായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ, വിദ്യാത്തിൽ നിന്നിട്ട് നമ്മുടെ മക്കളെ തടഞ്ഞു നിർത്താൻ, വിദ്യാത്തിന്റെ ആശയങ്ങളിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ 10,313 ദായികളെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത പുറത്തിറക്കുന്നു എന്നുള്ളത് 100-ാം വാർഷികത്തിന്റെ പദ്ധതികളിൽ ഏറ്റവും വലിയൊരു പദ്ധതിയല്ലേ അത്? ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട സുബ്കി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ഒരു ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് ഒരു വയസ്സായ പ്രായമുള്ള ഒരാള് നടന്നു പോകുന്നു. സുയൂത്തി ബഹുമാനപ്പെട്ട സുബ്കി ഇമാം അയാളെ കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും സലാമൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞു സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക്, ഞാൻ മഹാനായ നവവി ഇമാം തങ്ങളെ ഈ 2 കണ്ണുകൊണ്ട് കണ്ട മനുഷ്യനാണ്. ഇത് കേട്ട ഉടനെ മഹാനായ സുബ്കി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒട്ടകത്തിൽ നിന്ന് താഴെയിറങ്ങി ആ മനുഷ്യന്റെ 2 കണ്ണുകളെയും ചുംബിച്ചു. എന്നിട്ട് അയാളെ ഒട്ടകപ്പുറത്ത് കയറ്റി, നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കയറ്റി ആ മനുഷ്യനെ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടൊരു മനുഷ്യനെ ഇത്രമാത്രം ആദരിച്ചു. ഇബ്നു തൈമിയ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റിയ ആളല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആളല്ല. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി ഒരുപാട് അഖീദയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഇമാമുന ഷാദിലി ഇമാമിനെ കുറിച്ച്, ഹിസ്ബുൻ നസറിനെ കുറിച്ചൊക്കെ എതിരായി അദ്ദേഹം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും അയാൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടിക്കാലത്ത് നവവിമാമനെ കാണാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് എന്ന്. നവവിമാമനെ കാണുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്, അത് മഹാഭാഗ്യമാണ്. നവഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൂട്ടിപ്പിടിച്ച് ചുംബിച്ചു ആര്? ബഹുമാനപ്പെട്ട സുബ്കി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. മനസ്സിലാക്കണം, ആ നവവി ഇമാം തങ്ങളാണ് തന്റെ അദ്കാർ നവവിയിൽ പറയുന്നത്. നാമുപർ പറയും, തകൂന സരീറതുഹു വഅലാനിയതുഹു സവാ. ഒരു മനുഷ്യന്റെ ഉള്ളും പുറവും ഒരുപോലെയായി തീരുക എന്നുള്ളതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെയാണ്. അത് അള്ളാഹുവിനോട് ചോദിച്ച് മേടിക്കേണ്ടതാണ് ഉമറേ, റബ്ബിനോട് ചോദിച്ച് മേടിക്കേണ്ടതാണ് ഉമറേ. നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്, അല്ലാഹുമ്മ ജൽ സരീറതനാ ഖൈറൻ മിൻ അലാനിയതിനാ വജഅൽ അലാനിയതനാ സാലിഹ എന്ന് നീ റബ്ബിനോട് ചോദിച്ച് മേടിക്കും ഉമറേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കളങ്കനായ ആത്മാർത്ഥതയുടെ മൂർധന്യത്തിൽ എത്തിയിരുന്ന, ആത്മാർത്ഥത എന്ത് എന്ന് പഠിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനോട് പോലും നബി തങ്ങൾ പറഞ്ഞു ഈ ദുആ നടത്തണം എന്ന്. ഞാനും നിങ്ങളും ആ പ്രാർത്ഥന എപ്പോഴും നടത്തേണ്ടവരാണ്. നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം. ശംസുൽ ഉലമയും കണ്ണിത്ത് ഉസ്താദിനെയും ഇങ്ങനെ സ്മരിക്കുന്നത് എന്തിനു വേണ്ടി? ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, തോടാറിൽ വന്ന സമയത്ത് 2 ദിവസം ഞാൻ ബഹുമാനപ്പെട്ട ഒരു ദിവസം മുഴുവൻ 1.5 ദിവസം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഖാദിമായി ഞാൻ കൂടിയിട്ടുണ്ട്. കോട്ടബാഗിലെ പരിപാടി
തോടാറിൽ ഞാൻ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് അവിടെ താമസിക്കും. കോട്ടബാഗിൽ സമ്പന്നനായ മനുഷ്യന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കിയിരുന്നു. പക്ഷേ ആ സമ്പന്നനാണ്, കോടീശ്വരനാണ്. അവിടെയുള്ള കോടീശ്വരന്റെ ആ സുന്ദരമായ വീട്ടിൽ പോയി താമസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മുത്തഅല്ലിമീങ്ങളുള്ള ഈ സ്ഥലത്ത് കൂടാം, ഇവിടെ ഒരു വലിയന്റെ ഖബറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ സിയാറത്ത് ചെയ്ത് മുത്തഅല്ലിങ്ങളെ കൂട്ടി അവിടെ താമസിച്ചു. എന്നോട് പറഞ്ഞു, മോനെ നീ പോയിട്ട് ഭക്ഷണം കൊണ്ടുപോകാന്ന്. ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞാനാണ് കോട്ടബാഗിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നതും കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുത്തതും ഹിദമത്തെടുത്തതും കാല് തടകിയതും. ഞാൻ കാല് തടകി തിരിച്ചു വരുമ്പോ ശംസുൽ ഉലമക്കാരോ കൊണ്ടുവന്ന ഇളനീര് ഒന്ന് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ കൊണ്ടുപോയിട്ട് കുടിച്ചോ എന്ന്. ഞാൻ വിചാരിക്കുന്നു ആ ഇളനീര് ശംസുൽ ഉലമാന്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ തരുമ്പോഴേക്ക് ഇതിന് ഇത്രയും മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു, അതിന്റെ ഫലമായിരിക്കാം ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതമായ ഈ സംഘടനയിൽ ഒരു ചെറിയൊരു അംഗമായി ചേരാനുള്ള അവസരം റബ്ബ് എനിക്ക് നൽകിയത് ആ ശംസുൽ ഉലമ തന്ന ഇളനീറിന്റെ ഫലമായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ്. കാരണം അവർക്കൊക്കെ തന്ത്രങ്ങൾ അറിയൂല, കുതന്ത്രം അറിയൂല. ആരെ മനസ്സും വേദനിപ്പിക്കുന്നവരല്ല, ആരെ മനസ്സും നമ്പരമാക്കുന്നവരല്ല. നാം വളരെയേറെ സൂക്ഷിക്കണം. ഇത്തഖി ദഅവത്തുൽ മദ്ലൂം വലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. നിങ്ങൾക്കറിയില്ലേ, നബി ഇമാം വഫാത്താകുന്നതിന് മുമ്പ് ഒരു ഇമാം, ഞാൻ പേര് പറയുന്നില്ല, ആ ഒരാള് നബി ഇമാമിനെ കുറ്റം പറഞ്ഞവരാണ്. വളരെയേറെ ആക്ഷേപിച്ചു ചില വിഷയത്തിലൊക്കെ. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചു. നബി ഇമാമിനെ ആക്ഷേപം പറഞ്ഞു, കുറ്റം പറഞ്ഞാരാണ്. ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോഴേക്ക് മയ്യത്ത് ആൾക്കാർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒരു പൂച്ച ഓടിക്കൊണ്ട് വന്നിട്ട് മയ്യത്തിന്റെ കഫൻ തൊടന്റെ ഉള്ളിലേക്ക് നീങ്ങി ആ മനുഷ്യന്റെ നാവിനെ കടിച്ച് പറിച്ചു കൊണ്ടുപോയി. അല്ലാഹുവേ, നീ നമ്മെ കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ. മുത്തഖീങ്ങളെയും സാലിഹീങ്ങളെയും ദീനിന്റെ ഖാദിമീങ്ങളെ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന അവസ്ഥ നമുക്കൊരിക്കലും വരുത്തല്ല റബ്ബേ. ആഖിബത്ത് മോശമായി. ഇത് കിതാബിലുള്ളതാണ്, ഞാൻ കണ്ടതാണ്. ഇത് ആ മനുഷ്യന്റെ നാവിനെ പറിച്ചെടുത്തു കൊണ്ടുപോയി. അപ്പോഴേക്ക് എല്ലാവരും പറഞ്ഞു, എന്താണ് ചർച്ച നടന്നു? അയാൾ ഇന്നലെയും നബി ഇമാമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന് ആരോപണം. സുബ്ഹാന ജല്ല ജലാൽ. സൂക്ഷിക്കണം, ആലോചിക്കണം. നാം നമ്മുടെ നാവിനെ വളരെ സൂക്ഷിക്കണം. ഇത്തഖി ദഅവത്തുൽ മദ്ലൂം വലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. മദ്ലൂമിന്റെ ദുആനെ സ്വീകരിക്കും നീ സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ആ ദഅവത്തിന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല. അത് അല്ലാഹു അപ്പടി സ്വീകരിക്കുന്ന ദുആയാണ്. ഞങ്ങൾ അതുകൊണ്ട് വളരെയേറെ സൂക്ഷിച്ച് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കി നല്ലവരായി ജീവിക്കാനുള്ള ഒരു ശ്രമം നമ്മിൽ നിന്നിട്ട് എപ്പോഴും ഉണ്ടാകണം. ഇന്ന് നോക്കി, നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീൻ ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ റേഞ്ച് തലത്തിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് തലത്തിലും, റേഞ്ച് തലത്തിൻ്റെ കാസർഗോഡ് ജില്ലയിലൊക്കെ അവസാനിച്ച് ഇപ്പൊ ജില്ലാ തലത്തിലായി ഇവർ ആത്മീയ സഞ്ചാരം എന്ന പേരിൽ ഒരു സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയ സഞ്ചാരം നിങ്ങൾ ഇവിടെ അല്ലാതെ കഴിഞ്ഞ നമ്മുടെ ജില്ലയിൽ ആത്മീയ സഞ്ചാരം ഇല്ലേ? ആത്മീയ സഞ്ചാരം വാല്യമീങ്ങളിത് ആത്മീയ സഞ്ചാരം ജില്ലാ തലത്തിൽ, പിന്നെ സ്റ്റേറ്റ് തലത്തിൽ ആത്മീയ സഞ്ചാരം ഇല്ലേ? അത് റേഞ്ച് തലത്തിൻ്റെതെല്ലാം നടന്നു കഴിഞ്ഞ് ഇപ്പൊ ജില്ലാ തലത്തിൽ അവർ എല്ലാ മക്ബറുകളും, ഒരു 100 ജില്ലാന മക്ബറുകൾ കാസർഗോഡ് ജില്ലയിൽ ജില്ലാ തലത്തിൽ അവർ സിയാറത്ത് ചെയ്തു. കോട്ട ഉസ്താദ്, ഖാസിം ഉസ്താദ്, വലിയൊരുപാട് ആൾക്കാരുടെ.
ഇന്നലെ അവരുടെ ജില്ലാ തലത്തിലുള്ള ആത്മീയ സഞ്ചാരമാണ്. ഇതൊക്കെ വളരെ അനിവാര്യമാണ്. ഇത് 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആത്മീയ സഞ്ചാരം വളർന്നു വരുന്ന തലമുറയ്ക്ക്, യുവാക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആത്മീയതയിൽ അവരുടെ ജീവിതം അവര് ഉറപ്പിക്കാൻ വേണ്ടി, സുശക്തമാക്കാൻ വേണ്ടി, ജീവിതം ആത്മീയതയിൽ കൂടി വളർന്നു വരണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വളരെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ആത്മീയ സഞ്ചാരങ്ങളൊക്കെ. വളരെ ആവശ്യമാണ്. ഇത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും ഒരിപ്പറ്റം ജനങ്ങളിൽ വ്യതിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്നും സുന്നത്ത് ജമാഅത്തിൽ അടിവർത്തി നിൽക്കണമെങ്കിൽ സ്വീകരിക്കേണ്ട വഴികൾ എന്താണ് എന്നും സാരീഹ്യങ്ങളെയും മുത്തഖീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഇതുപോലോ ആത്മീയ സഞ്ചാരം കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, നമുക്കിത് ആവശ്യമാണ് എന്ന് പൊതുജനങ്ങളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ, തട്ടി ഉണർത്താൻ ഇതുപോലെയുള്ള ആത്മീയ സഞ്ചാരങ്ങൾ വളരെ അനിവാര്യമാണ്. ഇത് നടക്കണം. ഇവിടെ ആത്മീയ സഞ്ചാരങ്ങൾ വേണം. അതില്ല എങ്കിൽ വരും കാലത്ത് നമ്മുടെ മക്കൾ വഴിപടിച്ചു പോകും. ഇപ്പൊ നോക്ക്, 100ാം വാർഷികത്തോടനുബന്ധിച്ച് എത്രയെത്ര സംരംഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് 10,000-10,313 ദായികളെ ഈ സമുദായത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവരെ പോറ്റുന്നതും വളർത്തുന്നതും ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 10,313 ദായികൾ ഈ സമുദായത്തിലേക്ക് സമർപ്പിക്കുന്നു. എന്തിനു വേണ്ടി? വളർന്നു വരുന്ന കുട്ടികളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും വളർന്നു വരുന്ന ജനതയെ, യുവാക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി, ആ ആശയങ്ങളിൽ വ്യതിചരിക്കാതിരിക്കാൻ വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ ആ ആശയങ്ങൾ മുറുകെ പിടിച്ചവർ ജീവിക്കാൻ വേണ്ടി ദഅവത്ത് നടത്താൻ, ദായികളായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ, വിദേഹത്തിൽ നിന്നിട്ട് നമ്മുടെ മക്കളെ തടഞ്ഞു നിർത്താൻ, വിദേഹത്തിന്റെ ആശയങ്ങളിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ 10,313 ദായികളെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത പുറത്തിറക്കുന്നു എന്നുള്ളത് 100ാം വാർഷികത്തിന്റെ പദ്ധതികളിൽ ഏറ്റവും വലിയൊരു പദ്ധതിയല്ലേ അത്? നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്. സമസ്ത എന്ത് ചെയ്തു? ഞങ്ങളിപ്പോ 100 കോടിന്റെ പദ്ധതിയാണ്. കണക്കൂട്ടി നോക്കുമ്പോൾ 300 കോടി മതിയാവൂല എന്നാണ്. അത്രയും വലിയ പദ്ധതികളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആവിഷ്കരിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ സമസ്തയ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. ഈ സമസ്ത 100 വർഷം പിന്നിടുമ്പോഴേക്കും നോക്കി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കോപ്പി ടേബിൾ എന്ന പേരിൽ ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ സമസ്തയെ കുറിച്ച് മനോഹരമായ, വളരെ ഭംഗിയുള്ള, ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പുസ്തകം അവർ പുറത്തിറക്കി. ഇന്ത്യൻ എക്സ്പ്രസ്സുകാർക്കും പത്രം തുടങ്ങി 100 കൊല്ലം തികഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷത്തിന്റെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ഇറക്കണമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ അത് തീരുമാനിക്കാൻ എന്താണ് കാരണം? അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദീനിനെ ശക്തിപ്പെടുത്തുന്ന, മുസ്ലിമീങ്ങളുടെ അംഗീകാരമുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാണ് ഇന്ത്യയിലും പുറത്തും പേരും പ്രശസ്തിയുള്ളത് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ശാന്തിയും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സംഘടന അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നൊക്കെ അവർ
മനസ്സിലാക്കിയത് കൊണ്ട് ഇതിലൊരു കുഴപ്പവുമില്ല. ഇതിൽ ഇസ്ലാമിന് വിരുദ്ധ, ഇതിൽ രാജ്യത്തിന് വിരുദ്ധമായി രാജ്യദ്രോഹികളായി പ്രവർത്തിക്കുന്നതിലേക്ക് പ്രചോദനം നൽകുന്ന ഒരു സംവിധാനം ഇവരിലില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നിട്ട് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് യുവ സമൂഹത്തിന് ഈ രാജ്യത്തിന് സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളാക്കി വളർത്തുന്ന ഒരു സംഘടനയാണ് എന്നും അവർക്കറിയാം. 100 കൊല്ലത്തിന്റെ ചരിത്രം ശരിക്കും അവർ പഠിച്ച് മനസ്സിലാക്കിയിട്ടതിന്റെ ശേഷമാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. ഈ കാര്യം നാം മനസ്സിലാക്കണം. 100 കൊല്ലത്തിന്റെ ഇടയിലായി ശംസുൽ ഉലമയെ കുറിച്ച് കണ്ണിയത്ത് ഉസ്താദി വരക്കുൽ മുല്ലക്കോയ തങ്ങൾ അവരെ കുറിച്ചൊക്കെ അവർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആ ഒരു സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 കൊല്ലം ഇതിന് കേരളത്തിന്റെ ഉലമാക്കൾ ഇത്രയും മനോഹരമായി ഭംഗിയായി ഇതിനെങ്ങനെയാണ് 100 കൊല്ലം ഇങ്ങനെ കൊണ്ടുവന്നത്? ചിന്തിക്കേണ്ട വിഷയങ്ങളല്ലേ. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോഴേക്ക് പുത്തനാശയക്കാരും അതേപോലെ തന്നെ നാസ്തികന്മാരും ഒരുപാട് സമസ്ത അംഗീകരിക്കാത്ത ഒരുപാട് ത്വരീഖത്തിന്റെ കൂട്ടരും ഒക്കെയുള്ളൊരു നാടാണ്. എന്നിട്ടും അവരുടെ ആക്ഷേപങ്ങളുടെയും എതിർപ്പുകളുടെയും മുന്നിൽ അത് മുഴുവനും തരണം ചെയ്ത് അത് മറികടന്ന് 100 കൊല്ലം തികയുമ്പോഴേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ അതിന്റെ പരിപാടികൾ, അതിന്റെ സ്വാഗത സംഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് അമേരിക്കയിലും ലണ്ടനിലും സൗദിയിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലാണ്. മലേഷ്യയിലും ഇന്തോനേഷ്യയിലുമാണ്. എല്ലായിടങ്ങളിലുമാണ് 100ാം വാർഷികത്തിന്റെ പ്രചാരണ സമ്മേളനം നടക്കുന്നത്. എങ്കിൽ 100 വർഷം കൊണ്ട് വേറെ നേടിയെടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള ആ ഏറ്റവും ശ്രേഷ്ഠമായ സംഘടന, ആ ഇലാഹി പ്രസ്ഥാനമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറയുന്ന ആ സംഘടന 100 വർഷം കൊണ്ട് ലോകത്തിലുള്ള സർവ്വജനങ്ങളുടെയും ശ്രദ്ധകൾ പറ്റിയെടുത്തിട്ടുണ്ട് എന്നല്ലേ നാം ഇതിൽ നിന്നിട്ട് മനസ്സിലാക്കേണ്ടത്. ലോകം മുഴുവനും അംഗീകരിച്ചു എന്നല്ലേ. ഇന്ത്യൻ എക്സ്പ്രസ്സുകാർ പോലും ഇത് അംഗീകരിച്ചിട്ടല്ലേ ആ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അത് ഇംഗ്ലീഷ് ഭാഷയിലാണല്ലോ. വളരെ മനോഹരമായ പുസ്തകമാണ്. നമുക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഈ ഒരു സംഘടന രൂപീകരിക്കാൻ കഠിനാധ്വാനം ചെയ്തു 20, 25, 30 മൈലുകൾ നടന്നുപോയി മുഷാവറ കൂടി ഊണും ഉറക്കുമില്ലാതെ പള്ള ചുരുട്ടി ഈ സമസ്തയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഹൈദുറൂസ് മുസ്ലിയാരെ പോലോത്തവർ, കാളമ്പാടി ഉസ്താദിനെ പോലോത്തവർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പോലോത്ത, കണ്ണിയത്ത് ഉസ്താദിനെ പോലോത്ത ഇതുപോലത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ എത്ര ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര അധ്വാനിച്ചിട്ടുണ്ടാകും, എത്ര പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് വാർത്തെടുത്ത ഈ സമസ്ത ഇതിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമ്മിൽപ്പെട്ട ഓരോരുത്തർക്കുമുണ്ട്. ഇതിനൊരു കളങ്കവും വന്നുകൂടാ, ഇതിനൊരു കേടും വന്നുകൂടാ. ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കാത്ത അവസ്ഥ വന്നു പോയാൽ ദീനുൽ ഇസ്ലാം തകർന്നു പോകും, ദീനിക്ക് നിലനിൽപ്പുണ്ടാവൂല. നമ്മുടെ കേരളത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ ദീനിന്റെ നിലനിൽപ്പ് ഇവിടുത്തെ ഉലമാക്കളിൽ കൂടിയാണ്. ഇവിടുത്തെ ഉലമാക്കളെ സാമാന്യ ജനങ്ങൾ നല്ല പോലെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ആലിമ്യങ്ങളെ കണ്ടാൽ ഇരുന്ന കസാരിന് എഴുന്നേറ്റ് പോയി അവർ ഇരുത്തുകയാണ്. ബസ്സിൽ അവർ ഇരുന്ന സീറ്റിൽ നിന്ന് മാറിയിരുത്തുകയാണ്. ട്രെയിനിൽ അവർ ബുക്ക് ചെയ്ത സീറ്റിൽ നിന്നിട്ട് മാറിയിട്ട് സ്ഥാനം മാറിയിരുത്തുകയാണ്.
ഉസ്താദന്മാരെ വന്നിട്ട് വീട് കുടിയാക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. ഉസ്താദന്മാരെ വന്നിട്ട് പാല് കാച്ചി തരണം അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ വീടിന്റെ കൊടി അങ്ങാടിക്കൊടി ഉസ്താദ് ചെയ്യണം ആഗ്രഹിക്കുന്നു. തന്റെ കുട്ടിക്കുള്ളൊരു കാരക്ക വായിലിട്ട് ചവച്ച് ഉസ്താദ് തരണം അതൊരാലിമാകണം അവർ ആഗ്രഹിക്കുന്നു. തന്റെ കിടാവിന് പേര് വെക്കേണ്ടത് ഉസ്താദാകണം അവർ ആഗ്രഹിക്കുന്നു. ദുബായിൽ നിന്നിട്ട് ഒരു കിടാവിനിക്ക് തൊട്ടിരി കെട്ടുമ്പോഴേക്ക് ഒരു സുഹൃത്ത് ഫോണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മർഹൂം ഖാസിം ഉസ്താദിന്റെ മകൻ അൽത്താഫ്, ആ കിടാവിന്റെ പേര് ഉസ്താദ് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ദ്വാരക്കാം. എന്നിട്ട് അപ്പൊ ഉസ്താദ് നിങ്ങളുടെ കുടുംബത്തിനെല്ലാം ഞങ്ങൾ കൂട്ടാം, ഒന്ന് മൊബൈലായിട്ട് ഉസ്താദ് ദ്വാരക്ക് ഒന്ന് ദ്വാരുന്നു, നീ എന്നെ പേര് വിളിച്ചോ, അവൻ പേര് വിളിച്ചോ. അത്രത്തോളം പേര് വെക്കുന്നതും പേര് വിളിക്കുന്നതും ഉസ്താദന്മാരാകണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിലും ജില്ലയിലും ചുറ്റുഭാഗത്തുള്ളത്. ആ നിലയ്ക്ക് നിലനിന്ന് പോയാൽ മാത്രമേ ഇവിടെ ദീന് നിലനിൽക്കുകയുള്ളൂ, ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ. ആദരിക്കേണ്ടവരാദരിക്കാണ്ടായാൽ, ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കപ്പെടേണ്ടായാൽ ദീന് നിലനിൽക്കൂല. ഇവിടെ നോക്കൊരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ആ മയ്യത്ത് നിസ്കരിക്കാൻ തെരഞ്ഞെടുക്കുന്നത് ആലിമീങ്ങളെയാണ്. മകനുണ്ടായിട്ടും മകന് പറയുന്നു, ഉസ്താദേ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണമെന്ന്. നല്ലതാണ്, എന്തറിയോ, മകനിക്ക് നല്ല പോലെ ഖിറാഅത്തൊക്കെ ഭംഗിയായി ഓതാൻ അറിയുന്നെങ്കിൽ മോശമില്ല. ഈ ഇമാമായി നിൽക്കുന്ന ഈ മോന് ഒരു സാമാന്യ വ്യക്തിയാണ്. അവന്റെ ഫാത്തിഹ ഓത്ത് ശരിയില്ല, ഐൻ അറിയില്ല, ഹാ ഉച്ചരിക്കാൻ അറിയില്ല, അവനിക്ക് സീനും സ്വാദും വ്യത്യാസം അറിയില്ല, അല്ലാഹും വായും വ്യത്യാസം അറിയൂല. അങ്ങനത്തെ ഒരാളാണ് ബാപ്പ മരിച്ചപ്പോഴേക്ക് ഈ നൂറുകണക്കിലുള്ള ജനങ്ങളുടെ ആ മുമ്പിൽ മയ്യത്തിന് മുമ്പിൽ പോയിട്ട് ഇമാമായി നിസ്കരിക്കുന്നില്ലെങ്കിൽ അവന്റെതും അവനെ തുടർന്ന് സർവ്വജനങ്ങളുടെ നിസ്കാരം സഹിയാവുകയില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ കാര്യം ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ആകെ അത് മയ്യത്ത് നിസ്കാരം ജഹരിയായിരുന്നു എങ്കിൽ ഫാത്തിഹ ഓന്നിക്കായാലായിരുന്നു അവിടെ വന്നിട്ട്. ഇത് സിരിയായത് കൊണ്ടാണ് വേഗം വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഉറക്കെ വന്നതാണെങ്കിൽ തയ്യാറാവൂലായിരുന്നു. എന്നാൽ ഇവിടെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉസ്താദനെ നിൽക്കണം. ഇത്രത്തോളം ഉസ്താദന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നാടാണ് കേരളവും ഈ കർണാടകവും ഈ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ല. ഇവിടുത്തെ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ ഉലമാവിനെ കൂടെ ചെറുതായി ഇട്ടുകൊടുത്തുകൂടാ. ഇത് ദീനിനായിരിക്കും അതിന്റെ ക്ഷതം. എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഉസ്താദന്മാരെ മുഴുവൻ താറടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ കൊച്ചായി കാണിച്ചു കൊടുത്താൽ ഇവിടെ ദീന് നിലനിൽക്കുകയില്ല. ആദരിക്കേണ്ട ആളെ ആദരിച്ചാൽ മാത്രമേ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെ ബഹുമാനിക്കണം. ഞങ്ങൾ എന്തിനാണ് ഇപ്പോ നമ്മുടെ ഉലമാക്കൾ വരുമ്പോഴേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത്? അവരൊരു ബഹുമാനിക്കുന്നു. ഇതിൽ ബഹുമാനിക്കുന്നത് മാത്രമല്ല, ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊരു പാഠം കൂടിയാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കണം എന്നതിലേക്ക് ഒരു പാഠം കൂടിയാണ് അത്. അവർ ആ നിലക്ക് തന്നെ വളർന്നു വരണം. നമ്മുടെ വാപ്പമാര് ഉസ്താദന്മാരെ ആദരിച്ചില്ലെങ്കിൽ നാളെ മക്കളും ഉസ്താദന്മാരെ അതിനേക്കാളും തരം താഴ്ത്തുന്ന രീതിയിൽ ഉസ്താദന്മാരോട് പെരുമാറും. അല്ലാഹുവിന്റെ ശിആറുകളെ നിങ്ങൾ ബഹുമാനിക്കുക. ദീനിന്റെ ശിആറിൽപ്പെട്ട ഏറ്റവും വലിയൊരു ശിആറാണ് ദീനിന്റെ ഉലമാക്കൾ, ആലിമീങ്ങൾ. ഒരാള് പറഞ്ഞില്ലേ, എനിക്ക് ഉത്തരം കിട്ടുന്നൊരു ദുആ ഇന്നതാണോ എന്ന് ഞാൻ അറിഞ്ഞിരുന്നു എങ്കിൽ ആ ദുആ ഞാൻ ആലിമീങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ദ്വാരക്കുമായിരുന്നു എന്ന്. വേറൊരു സ്ഥലത്തിലുണ്ട് ഉമറാക്കൾക്ക് വേണ്ടിയെന്നും ഹയ്യത്തുൽ ഔലിയയിൽ കാണാം. ഉലമാക്കൾക്ക് ആലോചിക്കേണ്ട വിഷയമല്ലേ? എന്നിട്ട് ആ നമ്മുടെ സമസ്തന്റെ മക്കൾ അവിടെ താമസിക്കാൻ ഹോസ്റ്റലില്ല, വാടക കൊടുത്ത് താമസിക്കാൻ വലിയൊന്നുമില്ല. അവർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ പോലും ഉണ്ടാക്കാൻ തറക്കല്ലിട്ട് കഴിയും. അതൊക്കെ നടന്നു വരും. ഇതറിയാത്ത പ്രവർത്തനങ്ങളാണ്. തമിഴ്നാട്ടിൽ 200-ലേറെ വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്ന ഉന്നതമായ അവിടെ ഒരു പറങ്കിപ്പേട്ട എന്ന സ്ഥലത്തുള്ളൊരു കലാലയം
തമിഴ്നാട്ടിൽ ദീനുമായി പിന്നോട്ട് നിൽക്കുന്ന ആ നാട്ടിൽ ദീനിന്റെ വക്താക്കളായി, സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായി തമിഴ് മക്കളെ വാർത്തെടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രായാധിക്യമുള്ള അവസാനമാർ 70-75 പിന്നിട്ടവരാണ് തമിഴ്നാട്ടിലേക്ക് ഓടി രാത്രിയും പകലും ട്രെയിനിൽ കൂടി യാത്ര ചെയ്തിട്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് മനോഹരമായ ഇത്തരത്തിലുള്ള അറബി കോളേജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാ നിങ്ങൾ മറന്നു പോകുന്നു സമസ്തയുടെ പ്രവർത്തനങ്ങൾ? ഒരു കൊല്ലത്തിൽ എത്ര കോടികളാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ പാവങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മറന്നു പോകരുത്. ഇങ്ങനൊക്കെ നന്മകളിൽ മാത്രം അധിഷ്ഠിതമായി ഈ സംഘടന മുന്നേറി പോകുമ്പോൾ ഈ സംഘടനയോട് തുല്യതയുള്ളൊരു സംഘടന ഭൂലോകത്തില്ല എന്നേ നമുക്ക് പറയാനുള്ളൂ. അത്രയും വലിയൊരു സംഘടനയാണ് ഇത്. എല്ലാവരെയും പരിഗണിച്ചു. ഒരു ഗവൺമെന്റ് പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ? ഗവൺമെന്റിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്നുള്ള ഈ സംഘടന ഇതിനു വേണ്ടി അധ്വാനിക്കണം, കഷ്ടപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി തൗഫീഖ് നൽകട്ടെ. ജീവിതം മുഴുവൻ നമുക്ക് ഇസ്ലാമിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി നാം അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. 1979 മംഗലാപുരത്ത് വെച്ച് അന്ന് രണ്ട് ചേരിയാകാത്ത കാലം വലിയൊരു സമ്മേളനം നടന്നു. അതിന്റെ സ്വാഗത സംഘത്തിന്റെ കൺവീനർ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് അവറുകളായിരുന്നു. അന്ന് സിംഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ എന്നുള്ള ഹദീസ് ഓതി നല്ലൊരു സ്വാഗത പ്രസംഗം നടത്തി. ശംസുൽ ഉലമ ഖാസിം ഉസ്താദിനെ അന്ന് പരിചയപ്പെട്ട ഇടം മുതൽ ഖാസിം ഉസ്താദും ശംസുൽ ഉലമയുമായുള്ള ബന്ധം അവസാനിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തന്റെ പഠിച്ചിരുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നന്ദിയിൽ കൊണ്ടുപോയി ശംസുൽ ഉലമയുടെ കയ്യിൽ ഏൽപ്പിച്ച് ധാർമ്മികളാക്കി മാറ്റിയത് ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ്. ആ ശംസുൽ ഉലമയോടുള്ള ആ ബന്ധമായിരുന്നു അത്. മനസ്സിലാക്കണം. 79 അന്ന് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാലം. അന്ന് നോട്ടീസും പോസ്റ്ററുമൊക്കെ ബാനറൊക്കെ കെട്ടാക്കി എന്റെ കയ്യിൽ തന്നിട്ട് മിത്തബയിൽ ജബ്ബാർ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കാനും ആറന്തോടിൽ പോയി ബഹുമാനപ്പെട്ട ഷാ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കാനും എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഈ രാത്രിയാണ് ആറന്തോടിലേക്ക് എത്തിയത്. മൂപ്പർ പകലെല്ലാം പോയിട്ട് ഈ സമ്മേളനത്തിന് ബിസിയാണ്, പ്രവർത്തിച്ചിട്ട് മൂപ്പർ അവിടെ എത്തുന്നത് രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് മൂപ്പർ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ അൽഫിയ ക്ലാസ് എടുക്കുന്നു. ഹാദാ ഗരീബ് എന്ന് ഒരു സ്ഥലത്ത് വന്ന് ഈ അലമുലി അൽഫുലാം കിടക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ. എന്നിട്ട് മൂപ്പർ ആദാ ഗരീബ്, ഇതൊരു പുതുമന്റെ കളി തന്നെ ഞാൻ അർത്ഥം വെച്ചത്. ഇതൊരു പുതുമന്റെ കളി. എന്നിട്ട് നല്ലൊരു ചീരി മൂപ്പര്, നല്ല രസമുള്ള കള, നല്ല കിതാബ് അറിയും മൂപ്പർ, നല്ല വിശദീകരണം. അപ്പോ അന്നാ ക്ലാസ്സിലൊക്കെ ഈ വിനീതൻ ഇരുന്നു ചുവട് കൊടുക്കാൻ വേണ്ടി. അപ്പോ അന്ന് രാത്രി അവിടെ താമസിച്ചു. ഉസ്താദിന്റെ ഒക്കെ ഭക്ഷണം കഴിച്ച് രാവിലെ ബസ് കയറി വന്നു. അപ്പൊ 79 തന്നെ അന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ഒരു പ്രവർത്തകനായി പ്രവർത്തിക്കാനുള്ള അവസരം 35 മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായിട്ട് ഖാസിം ഉസ്താദി എന്നെക്കാളും വലിയവരുണ്ടായിട്ടും എന്നെ മാത്രം വിളിച്ച് തെരഞ്ഞെടുത്തത് എന്തിനെന്ന് എനിക്കറിയൂല. എന്നെയാണ് നോട്ടീസും പോസ്റ്ററും ജബ്ബാർ ഉസ്താദിന്റെ കയ്യിൽ എത്തിക്കാനും അറന്തോടിലേക്ക് എത്തിക്കാൻ എന്നെയാണ് ഉസ്താദി ഏൽപ്പിച്ചത്. അതെല്ലാം ഒരു പക്ഷേ ഒരു ഭാവി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. സമസ്തയ്ക്ക് ഭാവിയിൽ ഒരു പക്ഷേ നാം അതിന്റെ ഒരു ഖാദിമായി
വരണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്ന് 79 മംഗലാപുരത്ത് നടന്ന സമ്മേളനം, അന്ന് ശംസുൽ ഉലമയുടെ പ്രസംഗങ്ങളൊക്കെ അത് സാരസമ്പൂർണമായിരുന്നു. സാരസമ്പൂർണം. ഒരവസരം കോട്ടോസാ പറഞ്ഞു, ഒരാൾ ഈ ശംസുൽ ഉലമയുടെ പണ്ടത്തെ തീപ്പരി പ്രസംഗമാണ് യൗവനകാലത്ത്. അങ്ങനെ പ്രസംഗിക്കുമ്പോഴേക്ക് ഒരാള് ബീഡി ഇങ്ങനെ കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് അയാൾ ബീഡി വലിച്ചിട്ട് അവസാനം എത്തിയിട്ട് കൈ പൊള്ളിയത്, കൈ പൊക്കണമെന്നത് അയാൾക്ക് അറിഞ്ഞിട്ടില്ല. കാരണം ഇയാൾ പ്രസംഗത്തിൽ ലയിച്ചു പോയി. അത് അങ്ങനത്തെ ഇന്നത്തെ ഈ പ്രസംഗം എന്നോട് പറഞ്ഞു, ഞാൻ ഭയങ്കര പ്രസംഗം നിന്നപ്പോ, ഇന്ന് നീ പറയുന്നുണ്ടല്ലോ ഭയങ്കരം, നിങ്ങൾ അന്നത്തെ പ്രസംഗം നീ കേട്ടിരുന്നെങ്കിലോ? അന്നത്തെ തീപ്പരി പ്രസംഗമായിരുന്നു. ശംസുൽ ഉലമാന്റെ പ്രസംഗം കേൾക്കുന്നിടയ്ക്ക് വീട് വലിക്കുന്ന ആളെ കൈപോലും പൊള്ളിയിട്ടുണ്ട്, അയാൾ ശ്രദ്ധ അങ്ങോട്ട് എന്നാണ്. അങ്ങനെയുള്ള ശംസുൽ ഉലമ 79 നമ്മുടെ ഇവിടെ വന്ന് ആ നെഹ്റു മൈതാനിൽ നടത്തിയ സാരസമ്പൂർണമായ ആ പ്രസംഗം ആരെയും ചിന്തിപ്പിക്കാനുള്ള പ്രസംഗമായിരുന്നു അത്. അന്ന് ഒരുപാട് ഉലമാക്കളുണ്ടായിരുന്നു. അന്ന് ശരിയായ കാലമല്ലാതെ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ആ വേദിയിൽ. അവരൊക്കെ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി. ആര് പ്രസംഗിച്ചാലും ശംസുൽ ഉലമാന്റെ പ്രസംഗം. പണ്ട് കോട്ടബാഗിലിൽ ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി നോട്ടീസുകളൊക്കെ അടിച്ചു. പുത്തൻ ആശയക്കാർ പുറത്തിറങ്ങിയപ്പോ മൂടബിദിരിനടുത്ത് കോട്ടബാഗിലിൽ അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവിടെ വന്നു. അവർ ബരേലി 2 വലിയ പണ്ഡിതന്മാരെ മുംബൈയിൽ നിന്നിട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ശംസുൽ ഉലമയുടെ പ്രസംഗത്തിൽ ബരേലി പണ്ഡിതർ പോലും സ്തംഭിച്ചു പോയി, അവർ പരിഭ്രമിച്ചു പോയി. ശംസുൽ ഉലമാനെ അവർ ആദരിക്കാനും ബഹുമാനിക്കാനും സ്വീകരിക്കാനും അവർ തുടങ്ങി. മാഷാ അല്ലാഹ്, ഈ സമുദായത്തിന്റെ അമരക്കാരൻ, ഈ ഉമ്മത്തിന്റെ നവചൈതന്യം, ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും ശൈഖുനാ ശംസുൽ ഉലമ അനന്തരാവകാശം സയ്യിദുൽ ഉമ്മ, സയ്യിദുൽ ഉലമ, ശൈഖുനാ സയ്യിദുൽ ഉലമ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുൽ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാഹ്, നമ്മളൊരു ആകാംക്ഷയോടുകൂടെ കാത്തു നിന്നിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. സയ്യിദുൽ ഉലമയുടെ മണിക്കൂറുകളും നിമിഷങ്ങളും സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ്. മലേഷ്യയിൽ നിന്നിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് എത്രമാത്രം അധ്വാനവും പ്രയാസവും ഉണ്ടാകുമെന്ന് നാം അത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇനിയും പോയിട്ട് മുക്കയിലേക്ക് എത്താനുണ്ട്. ഇവിടെ സംസാരം ദീർഘിപ്പിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സയ്യിദാണ്, അഹ്ലി ബൈത്താണ് എന്നത് വലിയൊരു മഹത്വമല്ലേ? നിങ്ങൾക്കറിയുമല്ലോ, പണ്ട് സീനുൽ ആബിദീൻ എന്ന അലി ഇബ്നു അബീ താലിബിന്റെ ഒരു പേരക്കുട്ടി കഅബൻ തവാഫ് ചെയ്യുമ്പോഴേക്ക് ജനങ്ങളൊക്കെ മാറി നിന്നു. ഒരു അമീറായ മനുഷ്യൻ അവിടെ തവാഫ് ചെയ്യുമ്പോൾ ആരും മാറി നിന്നില്ല. അവസാനം ആരോട് ചോദിച്ച അമീർ അതാരാണ് എന്ന് ചോദിച്ചു. ഫർസ്ദഖിനോട് ചോദിച്ചതാണ് എന്നും പറയപ്പെടുന്നു. അപ്പോഴേക്ക് ഫർസ്ദഖ് പറഞ്ഞു, ഹദല്ലദീ തഅരീഫുൽ ബത്ഹാഉ വതഅതഹു والبيت يعرفه والحل والحرم هذا بن خير عباد، هذا بن فات، هذا بن خير عباد الله كلهم، هذا التقي النقي يطهر العلم، هذا ابن فاطمة إن كنت جاهله
بجده أنبياء الله قد ختموا. അത് തന്നെയാണ് സയ്യിദുൽ ഉലമാനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇത് സയ്യിദുൽ ഉലമയാണ്, ആഖിരി ബൈത്താണ്, പുണ്യനബിന്റെ പേരക്കുട്ടിയാണ്. അതേ ഫർസഖ് പറഞ്ഞതാണ് നമുക്കും പറയാനുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളെ കുറിച്ചോ, ആരാണ് തങ്ങള് എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. പുണ്യനബിന്റെ പേരക്കുട്ടിയാണ്. അമ്പിയാക്കൾ മുഴുവനും അവസാനിപ്പിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാനെ ജദ്ദായ റസൂലുള്ളാഹിയെ കൊണ്ടാണ്. ഖൈറു ഇബാദുള്ളാഹിയായ പുണ്യനബിന്റെ പേരക്കുട്ടി, ആ പുണ്യനബിന്റെ ഒരു പേരക്കുട്ടിയാണ് ഇത്. അത് മാത്രമാണ് നമുക്ക് തങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഫാത്തിമ ബീവിന്റെ ഒരു പേരക്കുട്ടിയാണ്. ആ തങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പോലെ നാം കാണുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ രാത്രിയും പകലും സമസ്തക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. 100-ാം വാർഷികം വിജയമാക്കി തീർക്കണമെന്ന് അതിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയാണ്, അധ്വാനിക്കുകയാണ്. മാഷാ അല്ലാഹ്, സയ്യിദുൽ ഉലമാന്റെ സമയം കവർന്നെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുൽ ഉലമാക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകട്ടെ. സയ്യിദുൽ ഉലമാന്റെ പിന്നിൽ അടിയുറച്ച് നിന്ന് സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.